ആദ്യം തന്നെ പുത്തൻപുലരി പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മൂലമുണ്ടായത് വൻ നാശനഷ്ടമാണ്. ഔദ്യോഗികമായി 5 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും മരണനിരക്ക് ഇനിയും ഉയർന്നേക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. 100 കണക്കിന് പേരെയാണ് കാണാതായിട്ടുള്ളത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ തിരച്ചിലിൽ സജീവവുമാണ്. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയുമാണ്. ദുരന്ത ഭൂമിയിൽ ജനം TV സംഘമുണ്ട്. എസ് നന്ദഗോപന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉത്തരാഖണ്ഡിലുള്ളത്. നന്ദൻ നമുക്കൊപ്പം ഉണ്ട്. നന്ദൻ, എനിക്ക് തോന്നുന്നു വഴിയിലൊക്കെ തന്നെ മണ്ണിടിച്ചിലാണ്. പ്രദേശത്ത് എത്താൻ പോലും വലിയ പാടാണ്. എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. ഇത് രക്ഷാപ്രവർത്തനം അത് വലിയ ദുഷ്കരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഫ്രണ്ടിൽ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമായിരുന്നു ഇത്. എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ഈ ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിൽ ഈ വാഹനം പൂർണ്ണമായും അകപ്പെടുന്ന ഒരവസ്ഥയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനം അനക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നിലവിലിപ്പോൾ ഈ JCBയും അതേപോലെ തന്നെ മറ്റ് മണ്ണുമാന്ത്രി യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം പുറത്തെടുക്കുവാൻ വേണ്ടിയുള്ള അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. കഴിഞ്ഞ 6 മണിക്കൂറായി, ഏതാണ്ട് അർദ്ധരാത്രി മുതൽ തന്നെ ഇവിടെ ഈ മണ്ണിടിച്ചിലിൽ ഇങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ഈ മണ്ണിടിച്ചിലിൽ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി ക്ലിയർ ചെയ്യുന്ന പക്ഷം നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം തന്നെ ഈ ധാരായിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് സൈന്യവും മറ്റും അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ഏതാണ്ട് 150-ലധികം ആൾക്കാരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയത് ലഭ്യമാകുന്നത്. മരണം ഇതുവരെയായിട്ടും ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് 5 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് ഈ മൃതദേഹങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 100-ലധികം ആൾക്കാരെ കാണാനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പ്രദേശവാസികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 1:45-നുണ്ടായ മേഘവിസ്ഫോടനം, ആദ്യ മേഘവിസ്ഫോടനത്തിൽ തന്നെ ഈ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലുകൾ, അതേപോലെ തന്നെ മാർക്കറ്റ് അടക്കം ഈ വലിയ ജലബോംബിൽ ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങൾ, വളരെ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിച്ചത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതിലും ഭയാനകമാണ് സ്ഥിതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവും ഈ പ്രതികൂല കാലാവസ്ഥയെ ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിൽ വലിയ രീതിയിലുള്ള ഈ റോഡ് മുഴുവൻ ചെളിയാകുന്ന ഒരു അവസ്ഥയാണ്. ഈ പ്രദേശത്തേക്ക് പോലും കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായി പരിക്കേറ്റവരെ റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. നിലവിൽ ഈ ഗുരുതര പരിക്കുള്ളവരെ ഇപ്പോൾ ഋഷികേശ് എയിംസിലേക്ക് സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി എയർലിഫ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എത്രമാത്രം ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്നതെന്ന്. പ്രത്യേകിച്ച് പിത്തോഗാർഗ് ജില്ല, അതേപോലെ തന്നെ ചമോലി ജില്ല, രുദ്രപ്രയാഗ് ജില്ല, ഉത്തരകാശി ജില്ലയിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. സർക്കാർ കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബദരി കേദാർ തീർത്ഥയാത്ര നടക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഈ ശബരിമല യാത്രയിൽ ഉള്ള, അല്ലെങ്കിൽ ശബരിമല യാത്ര പോലെ ഒരു സീസൺ ഉണ്ട് ഈ കേദാർ ബദരി യാത്രയ്ക്ക്. ആ സീസണാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന പ്രവാഹം ഈ മേഖലയിലേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിൽക്കുന്ന അതിശക്തമായ മഴയിൽ ഈ മേഖലയിലേക്ക് ഭക്തജനങ്ങൾ ആരും കടന്നു വരരുത്, തീർത്ഥാടകർ ഈ മേഖലയിലേക്ക് കടന്നു വരരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ സർക്കാർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ കേദാർ ബദരിയിലേക്ക് പോകുന്ന ഭക്തർ പ്രധാനമായും ഒരു ഇടത്താവളം എന്ന നിലയിൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഈ ഉത്തരകാശി സ്ഥലം.
ഹോട്ടലുകളും നിറഞ്ഞ് ഭക്തജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സർക്കാരിൻ്റെ മുന്നറിയിപ്പ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭക്തരെ ഇവിടേക്ക് കൂടുതലായി കടത്തിവിട്ടില്ല. എങ്കിൽ തന്നെയും നേരത്തെ ഈ മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പേ തന്നെ ഇവിടേക്ക് യാത്ര തിരിച്ച ഈ ഭക്തർ അവർ കൂടുതലായി ഈ മേഖലകളിൽ, ഈ ഉത്തരകാശി മേഖലകളിലെ ഹോട്ടലിൽ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു അനുമാനമാണ്, വിവിധ സംസ്ഥാനക്കാരുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഉത്തരാഖണ്ഡിലാണ് ജനം TV സംഘം ഉള്ളത്. എസ് നന്ദഗോപനാണ് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരുകയാണ്. നന്ദൻ, തുടരാം നന്ദൻ. മേഖലകളിൽ തുടരുന്നത് ഈ ദൃശ്യങ്ങളിൽ, അതായത് ഈ കേദാർ ബദരി ഭാഗത്തേക്ക്, ഉത്തരകാശി ഭാഗത്തേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. ഇതേപോലെ ഈ സമാനമായ രീതിയിൽ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ വലിയ ചെങ്കുത്തായിട്ടുള്ള വലിയ കയറ്റമാണ്, ഒരു സൈഡിൽ വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. ഇതിന് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതായത് ഒരു മലയെ കീറി മുറിച്ചാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ വലിയ ഒരു നിഗൂഢമായ വനത്തിനുള്ളിലൂടെ പണിത ഒരു പാതയാണ് ഈ കേദാർ ബദരി അല്ലെങ്കിൽ ഉത്തരകാശി ഗംഗോത്രി മേഖലയിലേക്കൊക്കെ പോകുന്നത്. ഇതേപോലെ ഈ റോഡിൽ ഏതാണ്ട് 10 ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ മണ്ണിടിച്ചിൽ തുടങ്ങിയവ ഉണ്ടായിട്ടുണ്ട്. 10 ഇടങ്ങളിൽ ഇതേപോലെ തന്നെ മണ്ണിടിഞ്ഞ് വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ലോറികൾ ഉപയോഗിച്ചും അതേപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുമുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഓരോ JCBയിൽ ആദ്യം ഒരു JCB ആയിരുന്നു ഈ അല്ലെങ്കിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്നതിന് രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഒരു JCB കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന അത്തരമൊരു ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനം, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വാഹനം കാണാം. ഒരു വെളുത്ത ഇന്നോവ ക്രിസ്റ്റ വാഹനം കാണാം. ഡൽഹിയിൽ നിന്നുമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണിത്. ഈ വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന വഴിയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഈ വാഹനം അകപ്പെടുകയായിരുന്നു. പിന്നീട് ഇത് ഇവിടെ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇതിനുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഹനം പുറത്തെടുക്കുവാനുള്ള ഒരു പ്രധാന ദൗത്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ റോഡ് മുറിച്ചു കടന്ന്, അല്ലെങ്കിൽ ഈ റോഡ് ഈ ഗതാഗത യോഗ്യമാക്കിയെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. ഇവിടെ മാത്രമല്ല സമാനമായ രീതിയിൽ ഏതാണ്ട് 10 ഇടങ്ങളിൽ സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ഈ റോഡുകൾ കുന്നരിഞ്ഞ് ഈ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ഒരു ഭാഗം, ഈ ഒരു റോഡിൽ ഈ ഒരു മേഖല ക്ലിയർ ചെയ്താൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സമാനമായ നിരവധി തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ രക്ഷാപ്രവർത്തനത്തെയും ബാധിക്കുന്നു. നമുക്ക് ഈ റോഡുകൾ ക്യാമറാമാൻ ഈ റോഡുകളിലേക്ക് ഈ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങൾ കാണിക്കും. സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ റോഡ് ഇതൊരു ടാറിട്ട് റോഡായിരുന്നു. ഈ റോഡ് മുഴുവൻ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം പൂർണ്ണമായും ചെളി അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതേപോലെ തന്നെയാണ് ഈ മേഖലയിലേക്ക്, ഉത്തരകാശിയിലെ ഈ ധാരായി മേഖലയിലേക്കുള്ള റോഡുകൾ മുഴുവൻ സമാനമായ രീതിയിൽ വലിയ ചെളി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ റോഡ് ഇനിയിപ്പോൾ ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾ വേണ്ടി വരുമെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അത്രമാത്രം വലിയ നാശനഷ്ടം ഉത്തരാഖണ്ഡ് ഈ ഉത്തരകാശി മേഖലയിൽ തുടരുക, വളരെ സുരക്ഷിതമായിരിക്കുക എന്നുകൂടി പറയുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്.